ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ DIY എവറിത്തിങ് ഹോം മെയ്ഡ് ക്രാഫ്റ്റ്സിൻ്റെ വക ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. ഞങ്ങളതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഒരു ഹാങ്ങിങ് ആണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു ഫസ്റ്റ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ കയറി ഇറങ്ങിയിരിക്കുവാണെങ്കിൽ കുറച്ച് ഭംഗിയുണ്ടാവും. അതിനുശേഷം ഓരോ പോപ്സിക്കിൾസും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പോപ്സിക്കിൾസൊക്കെ ആ ഒരു ഓർഡറിൽ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കളർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പോപ്സിക്കിൾസ് കളർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഒരു ഫോം ഷീറ്റിൽ മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് തൂക്കിടാനുള്ള ഹാങ്ങിങ് കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റിബണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മോൾ ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സ് ആണ്. നമുക്ക് രണ്ട് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോം ഷീറ്റാണിത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലെ മെയിൻ പ്രോസസ്സ് ഫോൾഡിങ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു പേപ്പർ ചൂസ് ചെയ്തേക്കണം. ആദ്യമേ തന്നെ 2 സൈഡിൽ നിന്നും ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു സെൻറ്ററിൽ ഒരു പോയിൻ്റ് കിട്ടും. ഇനി ചെയ്യേണ്ടത് 4 കോർണറിൽ നിന്നും നമ്മൾ ആ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യണം. നാല് കോർണറിൽ നിന്നും നമ്മൾ ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു പുതിയ സ്ക്വയർ കിട്ടും. അതിനുശേഷം നമ്മൾ ഇതുപോലെ 3 ഈക്വൽ പാർട്ടായിട്ട് ഫോൾഡ് ചെയ്യുക. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2 കോർണേഴ്സും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിനെ ഒരു ബോക്സ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം.
അങ്ങനെ നമുക്ക് ഇതൊരു ബോക്സ് ഷേപ്പിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സിൽവർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ തേർഡ് ഐറ്റം എന്ന് പറയുന്നത് ക്രിസ്മസ് റെത്താണ്. ഈ ഒരു ഐറ്റവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ ഞാൻ ഡ്രീം ക്യാച്ചറിൻ്റെ റിങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് കമ്പി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഡെക്കറേഷൻ ഐറ്റംസിലൊക്കെ കിട്ടുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ അത് വെച്ചിട്ട് കവർ ചെയ്യണം. എന്നിട്ടിങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലവറൊക്കെ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പി എടുത്തിട്ട് ഇതിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സിൽവർ ത്രെഡ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു റിങ്ങിനെ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ റിബൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ചുമ്മാ ഓരോ സ്മോൾ ബോൾസ് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു സിൽവർ ത്രെഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതൊന്ന് തൂക്കിയിടാലോ. അങ്ങനെ നമ്മുടെ 3 ഐറ്റംസും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസിന് നമുക്ക് ഈ വോളിലോ അല്ലെങ്കിൽ ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.